Dear children, in the last class we learned chapter 5 self-esteem. Today we are going to continue that same lesson. All of you take your moral science textbook. Let us start. Okay, page number 20. You might wonder how to find such people who have high self-esteem. അല്ലേ, നിങ്ങൾ അതിശയിക്കുന്നുണ്ടാകാം ഇങ്ങനെ ഹൈ എസ്റ്റീം ആയിട്ടുള്ള ആളുകളെ എങ്ങനെ കണ്ടുപിടിക്കും. ദീസ് പീപ്പിൾ ആർ നോർമലി വെരി പോസിറ്റീവ് ഈവൻ ഇൻ ട്രൈയിങ് ടൈംസ്. ഇങ്ങനെ ഈ ഹൈ സെൽഫ് എസ്റ്റീം ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? ട്രൈയിങ് ടൈംസ്, അതായത് ഏത് വിഷമഘട്ടത്തിലും അവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യുന്ന ആളുകളായിരിക്കും. റേഡിയേറ്റ് എ ക്വയറ്റ് ബട്ട് കോൺഫിഡൻറ്റ് എനർജി. റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എമിറ്റ് ചെയ്യുക. അവർ എല്ലാവരിലേക്കും ഒരു എന്താ പറയുക, ഒരു എനർജി, എങ്ങനെയുള്ളത്? കോൺഫിഡൻറ്റ് എനർജി എമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് അപ്പിയർ വെരി ഷുവർ അബൌട്ട് ദംസെൽസ്. അവരെക്കുറിച്ച് അവർ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. ആൻഡ് അബൌട്ട് വാട്ട് ദേ ആർ ഡൂയിങ്. അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചും അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകളായിരിക്കും. എങ്ങനെയുള്ളവരാണ്? ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ. ദേ ഹോൾഡ് ദെയർ ഹെഡ്സ് ഹൈ. അവരെപ്പോഴും അവരുടെ തല ഉയർത്തിയേ പിടിക്കാറുള്ളൂ. Their vocabulary is also precise. Precise means എന്താണ്? Precise എന്ന് പറഞ്ഞാൽ അക്യുറേറ്റ് ആയിരിക്കും. അവരുടെ vocabulary means പദസമ്പത്ത് എന്നൊക്കെ പറയത്തില്ലേ, അവരുടെ എന്താണ് കോൺവെർസേഷൻ, അവരുടെ വാക്കുകൾ എപ്പോഴും ആക്യുറേറ്റ് ആയിരിക്കും. ആൻഡ് മെഷർ, അളന്ന് കുറിച്ച് അവർ സംസാരിക്കാറുണ്ട്. Their handshakes would be firm. അവരുടെ ഹാൻഡ് ഷേക്ക് ഫേം ആയിരിക്കും. And they would always look into the eyes of the person to whom they are talking. ഹാൻഡ് ഷേക്ക്, നമ്മൾ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തവരാണെങ്കിൽ ഹാൻഡ് ഷേക്ക് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യും, ഓ എന്തിനായിട്ടെന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ പിടിച്ച് കുലുക്കുകയുള്ളൂ. പക്ഷേ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും? അവർ കറക്റ്റായിട്ട് പിടിച്ച് കുലുക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സെൽഫ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആളുകൾ കണ്ണിൽ നോക്കി സംസാരിക്കും. അവർ തലയിൽ കുറിച്ച് നിന്ന് സംസാരിക്കില്ല. ആരോടാണ് സംസാരിക്കുന്നത് അയാളുടെ കണ്ണിൽ നോക്കിയായിരിക്കും അവർ സംസാരിക്കുക. ഇൻ ഫാക്ട് ദിസ് ലാസ്റ്റ് ട്രേറ്റ് ഈസ് ഓഫൺ എ ലിറ്റ്മസ് ടെസ്റ്റ് ബിറ്റ്വീൻ എ പേഴ്സൺ ഹു ഹാസ് വെരി ഹൈ സെൽഫ് എസ്റ്റീം ആൻഡ് അനദർ ഹു ഹാസ് എ വെരി ലോ ഒപ്പീനിയൻ ഓഫ് ഹിംസെൽഫ്. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഏതാണ്? ഹൈ സെൽഫ് എസ്റ്റീം ഉള്ളവരുടെ ക്യാരക്ടേഴ്സാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ ലാസ്റ്റ് പറഞ്ഞത് അവർ കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരാണ്. അത് ആക്ച്വലി ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ്. ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വലുതാവുമ്പോഴത്തേക്കും കെമിസ്ട്രി ലാബിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. ഒരു ലിക്വിഡിൻ്റെ ആസിഡിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഒരു ലിറ്റ്മസ് പേപ്പർ ഉപയോഗിക്കും. അപ്പോൾ ആ ലിറ്റ്മസ് പേപ്പർ അതിൽ മുക്കിയിട്ട് അത് കത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ഉള്ളിലുള്ള കാര്യത്തെ കണ്ടുപിടിക്കുക. ഇപ്പോൾ വാട്ടറിൻ്റെ അസിഡിറ്റി കണ്ടുപിടിക്കാനായിട്ടാണ് ലിറ്റ്മസ് ടെസ്റ്റ് നടത്തുന്നത്. അതുപോലെ ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു എന്താണ് സെൽഫ് എസ്റ്റീം ഉള്ള ആളാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണിത്. ആ കണ്ണിൽ നോക്കിയാണോ സംസാരിക്കുന്നത് എങ്കിൽ അവൻ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളായിരിക്കും. The ability to look into the other's eyes is a measure of the confidence that a person has about what he is talking about. നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുന്നത് എപ്പോഴാണ്? നമ്മൾ സംസാരിക്കുന്നത് കാര്യത്തിൽ നമ്മൾ നല്ല വിശ്വാസമുള്ളവരാണെങ്കിലാണ് നമ്മൾ കണ്ണിൽ നോക്കി സംസാരിക്കുക. നമ്മൾ സംസാരിക്കുന്ന കള്ളത്തരമാണെങ്കിൽ നമ്മുടെ കണ്ണ് താഴ്ന്നു പോകും, അല്ലേ? ഓക്കെ, നോ മാറ്റർ ഹൗ സുപ്പീരിയർ ദ അതർ പേഴ്സൺ വുഡ് ബി. ഓക്കെ, നമ്മൾ സംസാരിക്കുന്ന ആൾ എത്ര വലിയ സുപ്പീരിയർ ആണെങ്കിലും ഹൈ കോൺഫിഡൻസ് ഉള്ള ആളാണെങ്കിൽ കണ്ണിൽ നോക്കി സംസാരിക്കും. Frequently, people with high esteem are considered a trifle arrogant because they seem to be unafraid of what they are saying or doing. അതുപോലെ ഈ ഹൈ സെൽഫ് എസ്റ്റീം ഉള്ള ആളുകൾ കുറച്ച് അറോഗൻ്റ് ആയിട്ട് കാണപ്പെടും. അറോഗൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കര എക്സസീവ് പ്രൈഡായിട്ട് ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും അതിനൊക്കെ ധൈര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് മറ്റുള്ളവരോട് എന്ത് പറയുന്നതിനും ചെയ്യുന്നതിനും യാതൊരു വിധത്തിലുള്ള പേടിയും ഉണ്ടാകുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. We will now read about a dramatic change in the personality of a person who built a high self-esteem. ഇനി പറയാൻ പോകുന്നത് ഒരു ഡ്രമാറ്റിക് ചേഞ്ചിനെ കുറിച്ചാണ്. ഒരു മനുഷ്യന് ഒട്ടും സെൽഫ് എസ്റ്റീം അല്ലാതിരുന്ന ഒരാളിൽ
ഹൈ സെൽഫ് എസ്റ്റീം ആകുന്ന ആ ഒരു ഡ്രമാറ്റിക് ചേഞ്ചിനെ കുറിച്ചുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് പറയാൻ പോകുന്നത്. Near a railway station, there was a person sitting with a begging bowl and there was another full of pencil. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ഒരു ബെഗർ ഇരിപ്പുണ്ടായിരുന്നു. അയാളുടെ അടുത്ത് ഒരു ബെഗിങ് ബൗളുണ്ട്. ഒരു ബൗളിൽ ആളുകൾ നാണയത്തിൽ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു ബെഗിങ് ബൗളുണ്ട്. അതിനടുത്തായിട്ട് ഒരു ബൗളിൽ നിറയെ പെൻസിൽ വെച്ചിട്ടുണ്ട്. An executive dropped a 5 rupee coin in the bowl and went to board his train. ട്രെയിൻ കയറാൻ വന്ന ഒരു എക്സിക്യൂട്ടീവ് എന്ത് ചെയ്തു? ആ ബെഗിങ് ബൗളിലേക്ക് 5 രൂപ ഇട്ട് കൊടുത്തിട്ട് അയാൾ ട്രെയിനിൽ കയറാനായിട്ട് പോയി. He then came back and took 2 pencils from the bowl saying, "You are a businessman after all and I think these 2 pencils are worth the amount of I draw." ആ ട്രെയിനിൽ കയറാൻ പോയ ആൾ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്തു? ആ ബെഗറുടെ അടുത്ത് വെച്ചിരുന്ന പെൻസിലിൽ നിന്ന് 2 പെൻസിൽ എടുത്തു. എന്നിട്ട് ബെഗറോട് പറയുകയാണ്, "I think you are a businessman." ഞാൻ വിചാരിക്കുന്നു നിങ്ങളൊരു ബിസിനസ്മാൻ ആണെന്ന്. അതുകൊണ്ട് ഞാൻ വിചാരിക്കാം, ഞാൻ 5 രൂപ ഇട്ടില്ലേ, ആ 5 രൂപയ്ക്ക് 2 പെൻസിൽ എനിക്ക് എടുക്കാം എന്ന് ഞാൻ വിചാരിക്കും എന്ന് പറഞ്ഞിട്ടാണ് അയാൾ പെൻസിൽ എടുത്തോണ്ട് പോയത്. A few months later, this executive met a well-dressed and impressive person whom he thought was vaguely familiar. Vaguely എന്നാണ് കേട്ടോ പ്രൊനൗൺസിയേഷൻ. Whom he thought was vaguely familiar. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ എക്സിക്യൂട്ടീവ് ഒരു വെൽ ഡ്രസ്ഡ് ആൻഡ് ഇംപ്രസീവ് പേഴ്സണെ മെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എവിടെയോ കണ്ട് മറന്ന ഒരു ഫേസ് പോലെ തോന്നി. This person introduced himself as the person outside the railway station with the pencil bowl. അപ്പോൾ ആ വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള ആ മനുഷ്യൻ വന്നിട്ട് ഈ എക്സിക്യൂട്ടീവിനോട് പറയുകയാണ്, നിങ്ങൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് കണ്ട ആ ബെഗറില്ലേ, റെയിൽവേ സ്റ്റേഷന് പുറത്ത് കണ്ട ആ ബെഗറാണ് ഞാൻ. The executive was surprised on the transformation. ആ ബെഗറിൽ നിന്ന് ഒരു വെൽ ഡ്രസ്ഡ് പേഴ്സൺ ആയി മാറിയ അയാളുടെ ആ ചേഞ്ച് എക്സിക്യൂട്ടീവിന് ഭയങ്കര അത്ഭുതമായി തോന്നി. The person said, ആ വെൽ ഡ്രസ്ഡ് ബെഗർ, നേരത്തെ ബെഗറായിരുന്ന ആള് പറയുകയാണ്, I must thank you for making this change possible. ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്, എന്നിൽ ഇത്തരം ഒരു മാറ്റം, ഒരു സാധ്യമായ മാറ്റം വരുത്തിയതിന് ഞാൻ അങ്ങോട്ട് നന്ദി പറയുകയാണ്. By treating me like a businessman, you gave me back my dignity. അപ്പോൾ അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. എന്തോ കാരണങ്ങളാൽ അദ്ദേഹം ഒരു ബെഗറായി മാറിയതാണ്. അപ്പോൾ വീണ്ടും അദ്ദേഹത്തിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുത്തത് ആരാണ്? ഈ എക്സിക്യൂട്ടീവാണ്, അല്ലേ? ബൈ ട്രീറ്റിംഗ് മീ ലൈക്ക് എ ബിസിനസ്മാൻ. ആ ബെഗറിൻ്റെ വേഷത്തിലും നീ എന്നെ എന്താ വിളിച്ചത്? ബിസിനസ്മാൻ എന്നാണ് വിളിച്ചത്. അത് എന്നിൽ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കി. വിച്ച് വാസ് ലോസ്റ്റ് ഓൾ ദീസ് ടൈംസ്. അതെനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. ഞാനൊരു ബിസിനസ്മാൻ ആണെന്ന ആ ഒരു ചിന്ത എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയായിരുന്നു. വെൻ ഐ തോട്ട് ഐ വാസ് എ വർത്ത്ലെസ് ബെഗർ. അത് നഷ്ടപ്പെട്ട് ഞാനൊരു ബെഗർ ആണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നീ വന്നിട്ട് എന്നെ ബിസിനസ്മാൻ എന്ന് വിളിച്ചത്. അത് അവിടെ നിന്നാണ് എൻ്റെ ചേഞ്ച് തുടങ്ങിയത്. I decided to build my life back from that point onwards and now I am truly successful. ആ നിമിഷം ഞാൻ ചിന്തിച്ചു, എന്നെ ഒരാൾ ബിസിനസ്മാൻ എന്ന് വിളിച്ചു, അപ്പോൾ എന്നിൽ എന്തോ ഉണ്ട്. അതെനിക്കൊരു പോസിറ്റീവ് തിങ്കിങ്ങിന് കാരണമായി. ഞാൻ അവിടുന്ന് കഠിനമായി പരിശ്രമിച്ച് ഞാൻ സക്സസ്ഫുൾ ആയി. I thank you once again for making this change possible. ആ ഒരു ചേഞ്ച് എന്നിൽ സാധ്യമാക്കിയതിന് നിനക്ക് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു എന്നാണ് ആ ബെഗർ പറഞ്ഞത്. Self-esteem is the core of a person and hence it's his life force. ഈ സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത് ഒരു പേഴ്സൻ്റെ കോറാണ്. കോർ മീൻസ് സെൻട്രൽ പോയിന്റ്, സെൻട്രൽ പാർട്ടാണ്. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഹിസ് ലൈഫ് ഫോഴ്സ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് എനർജി എന്ന് പറയുന്നത് ഈ സെൽഫ് എസ്റ്റീമാണ്. ഇറ്റ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു നോ ദാറ്റ് ദ ജാപ്പനീസ് വ്യൂ സെൽഫ് ഓണർ ആൻഡ് സെൽഫ് എസ്റ്റീം ആസ് വെരി ഇമ്പോർട്ടൻറ്റ്. ജാപ്പനീസിൻ്റെ കാഴ്ചപ്പാടിൽ ഈ സെൽഫ് ഓണറും സെൽഫ് എസ്റ്റീമും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് വിൽ ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു അവോയ്ഡ് ലോസ് ഓഫ് ദാറ്റ് ആക്ടിവിറ്റി. ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ, അതായത് ആ സെൽഫ് ഓണറും സെൽഫ് എസ്റ്റീമും ഒരു മനുഷ്യനിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കാൻ അവർ ഏതറ്റം വരെയും പോകും. ഈവൻ ഇൻ അതേഴ്സ്, ഓക്കെ, മറ്റുള്ളവരിലും അവരിലും ഇത് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് ഈ ജാപ്പനീസ് എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഡ്യൂറിങ് ക്രിട്ടിക്കൽ നെഗോസിയേഷൻസ് one side would always give concessions even small to the other so that the persons on the other side are able to save their face and hence retain their honor.
ഓക്കെ. നെഗോസിയേഷൻസ് മീൻസ് എഗ്രിമെൻറ്റ്, ഏതെങ്കിലുമൊക്കെ എഗ്രിമെൻറ്റ്, അതായത് രണ്ടുപേര് തമ്മിൽ തർക്കം ഉണ്ടാവുകയോ എന്തെങ്കിലുമൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് രണ്ട് കൂട്ടർക്കും നഷ്ടമുണ്ടാകാതെ ആ തരത്തിലായിരിക്കും അവരത് സെറ്റിൽ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ നമ്മൾ കോടതി വിധിയൊക്കെ വരുമ്പോൾ കണ്ടിട്ടില്ലേ, ഏതെങ്കിലും ഒരാളുകൾ ഭയങ്കര മാനസികമായിട്ട് തകർന്ന് എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെയാകും, മറ്റൊരാളെ എല്ലാം നേടിയ വിജയിയായിട്ട് മാറും. പക്ഷേ ജാപ്പനീസ് അങ്ങനെയല്ല, രണ്ട് കൂട്ടർക്കും ഒരു പരിക്കും പറ്റാതെ ആയിരിക്കും അവർ ആ ആർഗ്യുമെന്റ് സെറ്റിൽ ചെയ്യുക. അതെന്തുകൊണ്ടാണ്? അത് ആ ഒരു സെൽഫ് എസ്റ്റീമും സെൽഫ് ഓണറും നഷ്ടപ്പെടാതെ, രണ്ട് കൂട്ടർക്ക് നഷ്ടപ്പെടാതെ അവരത് മെയിൻറ്റെയിൻ ചെയ്യും. കാരണം അതൊരു കൂട്ടർക്ക് നഷ്ടപ്പെട്ടാൽ അവരെ ഭയങ്കര ഡൗൺ ആയിട്ട്. The Japanese consider a person who has his self-esteem intact as very valuable. ഓക്കെ. അപ്പോൾ ജാപ്പനീസ് ഒരു പേഴ്സണിലുള്ള ആ സെൽഫ് എസ്റ്റീമിനെ ഏറ്റവും വിലപിടിപ്പുള്ളതായിട്ട് കാണും. അതൊരിക്കലും അവരിൽ നിന്ന് നഷ്ടപ്പെടാനായിട്ട് അവർ സമ്മതിക്കില്ല. ഹൗ ക്യാൻ വി ഇൻക്രീസ് ദ സെൽഫ് എസ്റ്റീം ഓഫ് അതേഴ്സ്? നമുക്ക് എങ്ങനെയാണ് മറ്റുള്ളവരുടെ സെൽഫ് എസ്റ്റീം ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കുക? All of us need appreciation and positive strokes to improve and maintain our own self-esteem, and hence we must look for opportunities to express our genuine admiration towards others. എങ്ങനെയാണ്? All of us need appreciation and positive strokes. നമ്മളെല്ലാവരും മറ്റുള്ളവരിൽ നിന്ന് അപ്രീസിയേഷൻ, അതായത് പ്രശംസ ആഗ്രഹിക്കുന്നവരാണ്. പോസിറ്റീവ് സ്ട്രോക്സ് അല്ലെ, അവരിൽ നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള സ്ട്രോക്സ് മീൻസ് ഹിറ്റ് എന്നാണ്. പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്സും നമ്മൾ പ്രതീക്ഷിക്കുന്നവരാണ്. ആൻഡ് മെയിൻറ്റെയിൻ അവർ ഓൺ സെൽഫ് എസ്റ്റീം. എന്തിനാണ്? നമ്മുടെ സെൽഫ് എസ്റ്റീം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് വളരെ അത്യാവശ്യമാണ്. ആൻഡ് ഹെൻസ് വി മസ്റ്റ് ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് ടു എക്സ്പ്രസ് അവർ ജെന്വിൻ അഡ്മിറേഷൻ ടുവേർഡ്സ് അതേഴ്സ്. അതുപോലെ മറ്റുള്ളവരോടുള്ള നമ്മളുടെ ആ ഒരു അപ്രീസിയേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ മറ്റുള്ളവർക്കും നമ്മൾ ആ ഒരു അപ്രീസിയേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് അല്ലേ. മറ്റുള്ളവർ ചെയ്യുമ്പോൾ ഇത് നല്ലതാണ്, നിനക്കിത് ഈ ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, നീ ഈ കാര്യം നന്നായിട്ട് ചെയ്തു എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നവരുമാണ്. ഇറ്റ് ഈസ് അൺതിങ്കബിൾ ദാറ്റ് പീപ്പിൾ വുഡ് ലെറ്റ് ദെയർ ഫാമിലി മെമ്പേഴ്സ് സ്റ്റാർവ് വിതൗട്ട് ഫുഡ് അല്ലേ. നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ ഫുഡില്ലാതെ സ്റ്റാർവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡൈ ആകുക, ഫുഡില്ലാതെ പട്ടിണി കിടന്ന് മരിക്കാനായിട്ട് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പട്ടിണി കിടന്ന് മരിക്കാനായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ബട്ട് മില്യൺസ് എക്സിസ്റ്റ് മെക്കാനിക്കലി വിതൗട്ട് നറിഷിംഗ് ദ സെൽഫ് എസ്റ്റീം ഓഫ് ദെയർ ഫാമിലി മെമ്പേഴ്സ്. പക്ഷേ നമ്മൾ പട്ടിണി കിടന്ന് മരിക്കാനായിട്ട് നമ്മൾ വിടില്ല. പക്ഷേ ഒരുപാട് ആളുകൾ ഒരു മെക്കാനിക്കൽ ലൈഫാണ് നടത്തുന്നത്. നമ്മുടെ ഫാമിലിയിലുള്ള മെമ്പേഴ്സ് തന്നെ ഒരു മെഷീൻ പോലെയാണ് അവർ വർക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ്? അവരുടെ സെൽഫ് എസ്റ്റീം നറിഷ് ചെയ്യാനുള്ള ഒന്നും അവർക്ക് അവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്നില്ല. ആൻഡ് ദസ് ലിറ്ററലി സ്റ്റാർവ്ഡ്. അങ്ങനെ നോക്കുമ്പോൾ ആക്ച്വലി അവർ ഡൈ ആണ്. അവർക്ക് ഭക്ഷണം മാത്രം പോരാ അല്ലേ, ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ സെൽഫ് എസ്റ്റീം അത്യാവശ്യമാണ്. അത് നറിഷ് ചെയ്യാനുള്ള യാതൊന്നും അവരുടെ ഫാമിലിയിൽ ലഭ്യമല്ല. കാരണം മറ്റുള്ള ആളുകൾ അവരെ കൺസിഡർ ചെയ്യുന്നില്ല, എല്ലാവരും സെൽഫിഷ് ആയിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഈ സെൽഫ് എസ്റ്റീം നറിഷ് ചെയ്യപ്പെടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ ലിറ്ററലി അവർ ഡൈ ആണ്. If they take just a minute to observe and compliment their near and dear ones on their appearance or health or positive qualities, then the entire home will be vibrant with happy emotions. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? If they take just a minute to observe, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനെ കുറച്ച് സമയം ഒന്ന് ഒബ്സർവ് ചെയ്യുക. and compliment their near and dear ones. നിങ്ങളുടെ സഹോദരനോ സഹോദരിയോ അച്ഛനോ അമ്മയോ അവരെയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് കോംപ്ലിമെൻറ്റ് കൊടുക്കുക. അമ്മ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്, അച്ഛൻ്റെ ഡ്രസ്സ് നന്നായിട്ട് ചേരുന്നുണ്ട്. പിന്നെ അതുപോലെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനൊക്കെ ഇടയ്ക്ക് ഇതുപോലെ കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക. എന്തിനാണ്? ഓൺ ദെയർ അപ്പിയറൻസ്, അവരുടെ അപ്പിയറൻസിന് കോംപ്ലിമെൻറ്റ് കൊടുക്കുക. ഓർ ഹെൽപ്പ്, അല്ലെങ്കിൽ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക. ഓർ പോസിറ്റീവ് ക്വാളിറ്റീസ്, അവരുടെ നല്ല ഗുണങ്ങളൊക്കെ ഒന്ന് പുകഴ്ത്തി പറയുക. ദെൻ ദ എൻറ്റയർ ഹോം വിൽ ബി വൈബ്രന്റ് വിത്ത് ഹാപ്പി ഇമോഷൻസ്. അപ്പോൾ ആ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഉള്ളിലൊരു വൈബ്രൻറ്റ് ഹാപ്പിനെസ് കാണാനായിട്ട് സാധിക്കും. ഹാപ്പിനെസ്സിൻ്റെ ഒരു വൈബ്രൻറ്റ്, മനസ്സിലായോ? ഇവരെല്ലാവരും ഭയങ്കര ചിയർഫുള്ളായിരിക്കും. ഇപ്പം നിങ്ങളുടെ അമ്മയുടെയോ അച്ഛൻ്റെയൊക്കെ മുഖം നോക്കിക്കുകയും ചിലപ്പോൾ അവർ ഭയങ്കര ഗ്ലൂമി ആയിരിക്കും, ഡള്ളായിരിക്കും. അമ്മ തന്നെ ഡെയിലി ഒരേ ജോലീസ് തന്നെ ചെയ്ത് മടുത്ത് കാണും. ഇടയ്ക്ക് അമ്മയെ ഇങ്ങനെ ഒന്ന് ഒരു എന്താ പറയുക, ഒരു കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഒന്ന് അവരുടെ അമ്മയുടെ സെൽഫ് എസ്റ്റീമിനെ ഒന്ന് നറിഷ് ചെയ്യും. Okay, that's the end of today's class. See you again. Bye.